നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ട മഹേട്ട, അതല്ല അവന്റെ അഭിനയോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാനെങ്ങനെ അറിയാനാ? നകുൽ എന്റെ അടുത്ത് പോയ സമയത്ത് അവരെന്നെ ഉപദ്രവിക്കാൻ നോക്കി. അപ്പോഴാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് മാറിയപ്പോ എന്തൊക്കെയാ സംഭവിച്ചത്? മഹി വന്നുകൊണ്ട് ആപത്തൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഞങ്ങളെ രക്ഷിച്ചതിനോട് നന്ദി വാക്കൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. എന്നാലും ഒത്തിരി നന്ദിയുണ്ട് മഹി, ഒരുപാട് നന്ദിയുണ്ട്. എങ്ങേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മഹേട്ടാ. വാ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. എങ്ങേ, ഇപ്പോഴും പേടി മാറിയിട്ടില്ല അല്ലേ? ഇല്ല മഹേട്ടാ, എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. ഇപ്പോഴും നെഞ്ചെടുപ്പ് കുറഞ്ഞിട്ടില്ല. ഈ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തിലാ മഹേട്ടൻ വന്ന് രക്ഷിച്ചത്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നെന്ന് കരുതി മറന്നേക്ക്. ഇനി മനസ്സിൽ പേടിയൊന്നും വേണ്ട. അതെ, അവരെല്ലാം പോയില്ലേ, ഇനി എന്തിനു പേടിക്കുന്നേ? അവന്മാരെ ആരായിരുന്നാലും അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ കേസ് കൊടുക്കണം. അത് അവരാരാം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ കേസ് കൊടുക്കും? കണ്ടാൽ തിരിച്ചറിയുന്നവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാമല്ലോ. അവന്മാരാരാണെന്ന് പോലീസ് കണ്ടുപിടിച്ചോളും. നാട്ടിൽ പകല് പോലും പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനി ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ളവന്മാർ വിലസുന്നതേ പോലീസിന്റെ പിടിപ്പേട് തന്നെയാണ്. നമ്മൾ പ്രതികരിക്കാതിരുന്ന നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അത് ശരിയാ മഹി പറഞ്ഞത്. ഇവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് അറിയട്ടെ. എന്നാലും ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ പോലീസ് എങ്ങനെ കുറ്റവാളികളെ കണ്ടുപിടിക്കും? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ റെസ്റ്റോറന്റില് CCTV ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവുന്നവില്ലേ? അതിൽ അവന്മാരുടെ മുഖവും പതിഞ്ഞിട്ടുണ്ടാവും. അവന്മാരെ കണ്ടുപിടിച്ച് 4 എണ്ണം പൊട്ടിച്ച് പോലീസുകാർ വേണ്ട രീതിയിൽ ചോദിച്ചാ അവന്മാര് തത്ത പറയുന്ന പോലെ പറയും. നമുക്കറിയാത്ത കാരണമോ നമുക്കറിയാവുന്ന ആരെങ്കിലുമോ ഈ സംഭവത്തിന് പിന്നിലുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. അത് ശരിയാ. ഇവൻ പോലീസിൽ പരാതി കൊടുത്താ എല്ലാരും കുടുങ്ങും. കൂടെ ഞാനും അകത്താകും. പരോൾ സമയത്ത് വീണ്ടും പിടിച്ച ഇനി പരോള് പോലും കിട്ടില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോ മഹിയേട്ടനും ആ ഗംഗയെ മാത്രമായി തിരിച്ചു വന്നു അല്ലേ? അവർക്ക് ഒരുമിച്ച് പോകാനും വരാനും എങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാവുന്നെന്ന് നോക്കിയമ്മേ. ഈ അവസരങ്ങള് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ അതോ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ എന്ന് എങ്ങനെ അറിയാം? മനഃപൂർവ്വം എങ്ങനെ അവസരങ്ങൾ ഉണ്ടാവുന്നേ? അതിനാണ് അവർക്ക് ബുദ്ധിമുട്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഈ ഗംഗയ്ക്ക് ഗൗരിയുമായി എന്തോ ടൈപ്പുണ്ട്. അദൃശ്യായി നിന്ന് ഗംഗയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഗൗരിയാ. അമ്മ പറയുന്നത് ശരിയാണെന്ന് ചില സമയത്ത് തോന്നും. എന്നാലും ഒരു പെണ്ണിന്റെ സൈക്കോളജി വെച്ച് നോക്കുമ്പോ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഗൗരി മഹേട്ടന്റെ ഭാര്യയാ. ഒരു പെണ്ണിന് ഒരിക്കലും തന്റെ ഭർത്താവിന് മറ്റൊരു പെണ്ണിനൊപ്പം കാണുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോ ഗൗരി എങ്ങനെ ഗംഗയെ ഹെൽപ്പ് ചെയ്യും? അതും മഹേട്ടന്റെ ഒപ്പം കറങ്ങി നടക്കാനും വരാനും ഒക്കെ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുവോ? നീ ഇപ്പൊ പറഞ്ഞത് ശരിയാ. പക്ഷേ ഒരമ്മ മകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. മാളുവിന് അവൾ ഇഷ്ടപ്പെടുന്ന ഒരാള് അമ്മയായി വരണമെന്ന് ഗൗരിക്ക് ആഗ്രഹമുണ്ടെങ്കിലോ? അങ്ങനെ ചിന്തിക്കൂ. ഒരമ്മ മകൾക്ക് വേണ്ടി ചിന്തിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അത് വെച്ച് നോക്കുമ്പോ ഗൗരി ചെയ്യുന്നത് എത്രയോ നിസ്സാര കാര്യമാ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ തന്നെയാണെന്ന് പറയുന്നത് ശരിയാണല്ലേ? അങ്ങനെ എല്ലാ അമ്മമാരെയും ആ ഗണത്തിൽ കൂട്ടണ്ട. നല്ല അമ്മമാര് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഗംഗയ്ക്ക് ഗൗരിയുടെ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ തീരും. ഇന്ന് പൗർണമിയല്ലേ? ഗുരു അമ്മ ഗൗരിയെ നശിപ്പിക്കാനുള്ള പൂജ ചെയ്യാനായി നേരിട്ടെത്തുന്ന ദിവസം. ഇന്നത്തോടെ ഗൗരിയുടെ ശല്യം തീരും. ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? അത് ശരിയാ. പക്ഷേ ഗുരുവമ്മയുടെ പൂജ എങ്ങനെ നടത്തും? മഹി ഇവിടെ ഉണ്ടല്ലോ, അവനോട് എന്ത് സമാധാനം പറയും? അതിനെന്തെങ്കിലും വഴി ആന്റി കണ്ടിട്ടുണ്ടാവും. നാത്തൂനെ, ഗുരുവമ്മ ഇന്ന് പൂജയ്ക്ക് വരുന്ന ദിവസമല്ലേ? മഹി ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്തു ചെയ്യും? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. മഹി ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് കോയമ്പത്തൂർക്ക് പോവും. കോയമ്പത്തൂർക്കോ? ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവൻ പോകുന്നില്ല എന്ന് കരുതിയിരുന്നതാ. ഞാൻ വേണ്ട രീതിയിൽ ഉപദേശിച്ചപ്പോ അവൻ പോവാന്ന് സമ്മതിച്ചു. ഹോ, ഇപ്പോഴാ സമാധാനമായത്. രേഷ്മ അജിത്തും കൂടി അജിത്തിന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അവരെയും കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാഹുലും കൂട്ടുകാരുടെ കൂടെ കറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇനി അവൻ എപ്പോ തിരിച്ചു വരുന്നുള്ളത് ദൈവത്തിനറിയാം. എന്തായാലും ഇന്ന് തിരിച്ചു വരില്ലെന്നുള്ളത് ഉറപ്പാ. എല്ലാം കൊണ്ടും സാഹചര്യങ്ങൾ അനുകൂലമാണ്. എന്തെങ്കിലും പറഞ്ഞ് ഗംഗയും മാളുവിനെയും നേരത്തെ ഉറങ്ങാൻ അയക്കണം. സീമയെ നേരത്തെ പറഞ്ഞു വിടണം. ആ ശരി. ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു ഉഗ്രപൂജയാ. ഇതോടെ ഗൗരി എന്നേക്കുമായി ഇല്ലാതാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.